പുതിയ ടിക്ടോക്ക് വീഡിയോ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടു കാണും. ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് പിന്നിലെ വളരെ രസകരമായ ഒരു കഥയുണ്ട്. നമ്മൾ ഈ കാണുന്ന വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർഫുൾ വാൾ പെയിന്റിംഗ് കാനഡയിലുള്ള വില്ലി വാക്കീസ് സ്നാക്സ് എന്ന് പേരുള്ള ഒരു കാൻഡി ഷോപ്പിന്റെ പുറത്തുള്ളതാണ്. അപ്പോ സംഭവം എന്താന്ന് വെച്ചാ, ഈ ഷോപ്പിന്റെ ഓണർ ആയിട്ടുള്ള വില്യം കഴിഞ്ഞ ദിവസമാണ് തനിക്കുണ്ടായ ഒരു അനുഭവം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. Guys, BTS just recorded a music video outside of my brand new store at 175 Harvard Street. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ വെള്ളിയാഴ്ച 3 പേർ അദ്ദേഹത്തിന്റെ കടയിൽ വന്ന് വാഷ്റൂം ഉപയോഗിക്കാൻ അനുവാദം ചോദിച്ചു. പുള്ളി അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അവര് പരസ്പരം ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുന്നത് കേട്ട് നിങ്ങൾ എവിടുത്തുകാരാണെന്നും മറ്റും ചോദിച്ചതിനെ തുടർന്ന് അവര് സൗത്ത് കൊറിയയിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കിയ വില്ലി തനിക്ക് സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും തന്റെ കടയിലുണ്ടായിരുന്ന കൊറിയൻ പ്രിങ്കിൾസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴും ഇവര് BTSുമായി ബന്ധപ്പെട്ടവരാണെന്ന് വില്ലിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. എന്നാ ഇവരാണെങ്കിൽ അതൊട്ട് വെളിപ്പെടുത്തിയതും ഇല്ല. പിന്നീട് തേർഡ് ടിക്ടോക്ക് വീഡിയോക്ക് ശേഷമാണ് വില്ലി തിരിച്ചറിയുന്നത് തന്റെ കടയിൽ വന്നത് ലോക പ്രശസ്തനായ BTSന്റെ സാക്ഷാൽ കിം തേയങ് ആണെന്നും തന്റെ പുതിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തെരഞ്ഞെടുത്തത് തന്റെ കടയുടെ ആ വാൾ തന്നെ ആയിരുന്നു എന്നും തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ അയാളുടെ വലുപ്പ ചെറുപ്പമോ ഒന്നും നോക്കാതെ ആ കടയുടമ കാണിച്ച സ്നേഹവും ദയയും തികച്ചും പ്രശംസനീയമാണ്. ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട വലിയൊരു പാഠമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ചെറിയൊരു നന്മയും സ്നേഹവും എപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഭാഗ്യമായി നമ്മളെ തന്നെ തേടിയെത്തുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ വലിയൊരു സന്തോഷമായി തീർച്ചയായും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യമുണ്ട്. വില്യം നടത്തുന്നത് ഒരു കാൻഡി ഷോപ്പ് ആണല്ലോ. സോ മിസ്റ്റർ വില്ലി, താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ കടയിൽ BTS ഓറിയോ ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്യുന്നില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ. പിന്നെ എന്റെ വീക്കുട്ടനോട്, എടാ കള്ള, നീ നൈസായിട്ട് ആ പാവത്തിനെ പറ്റിച്ചൂലേ.